പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അസമാധാനം ചില വിഷയത്തിന്മേലുണ്ടല്ലേ? ഒരു ആങ്സൈറ്റി ചില വിഷയത്തിന്മേൽ നിന്നെ ഭരിക്കുന്നില്ലേ? ചില വിഷയത്തിൽ ഇതൊരു ഷെയിമായി പോയോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദൈവത്തെ വിളിക്ക്. ലെറ്റിംഗ് ഗോഡ് ഇൻ. ഷെയിം നിന്നെ സൈലൻ്റാക്കി മാറ്റുക അല്ലേ? ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ 54:4. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. നിൻ്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിൻ്റെ വൈധവ്യത്തിലെ നിന്ന ഇനി ഓർക്കുകയുമില്ല. പ്രൈസ് ഗോഡ്. ചില വിഷയത്തിൽ ലജ്ജ വരുമ്പോൾ ആ ലജ്ജ പല വിധത്തിലുള്ള നുണകൾ സത്യമാണെന്ന് തോന്നത്തക്കവണ്ണം നമ്മുടെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കും അല്ലേ? നീ വല്ലാണ്ട് കുഴഞ്ഞു പോയല്ലോ, ദൈവത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല കേട്ടോ, നീ പഴയതുപോലെ ആയിത്തീരുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. ഇങ്ങനെയുള്ള നുണകൾ, ജീവിതത്തിൽ വരുന്ന ചില ലജ്ജകൾ നിന്നോട് പറയുമ്പോൾ നീ തന്നെ അങ്ങ് ഐസൊലേറ്റഡ് ആകും അല്ലേ? മനുഷ്യരൊക്കെ എന്തു പറയും? അവരെന്നെ കാണുമ്പോൾ അകന്നു മാറുമോ? ദൈവം പോലും എന്തുകൊണ്ടാണ് ഇതെന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഓർക്കുമോ? ഇല്ല ദൈവവൈതലേ. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ നിനക്ക് നിൻ്റെ കണ്ണുപോലും ഒന്നുയർത്തി മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റാതെ വണ്ണം നീ അനുഭവിക്കുന്ന ലജ്ജ നിൻ്റെ തലയെ ചിലപ്പോൾ കുനിയിച്ചേക്കാം. പ്രൈസ് ഗോഡ്. നീ ഡിസ്ക്വാളിഫൈഡായെന്ന് തോന്നിയേക്കാം. ആരാലും നീ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയേക്കാം. ആരും നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിനക്ക് തോന്നിയേക്കാം. ഓവർ ആൻഡ് ഓവർ എഗെയിൻ I have seen what happens when those same things happens to others. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? എപ്പോൾ ഹല്ലേലൂയ അവർ അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ഇവിടെ ഞാനെന്ന് വേണേൽ പറഞ്ഞു, when I finally open my hands and let God in. അല്ലേ, എൻ്റെ കർത്താവിനെ ആ വിഷയത്തിലേക്കൊന്ന് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, വിതൗട്ട് ഫെയിൽ ഹി മീറ്റ്സ് എവ്രിതിങ്. കരുണയോടെ, ആർദ്രതയോടെ, മനസ്സിലിവോടെ നമ്മെ ചോർത്ത് പിടിച്ച് അവൻ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, ദർ ഈസ് നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു നെവർ മെസ്ഡ് അപ്പ്. അങ്ങനെയാണോ പറയുന്നത്? അല്ല, വചനം അങ്ങനെയല്ല പറയുന്നത്. വചനം പറയുന്നത്, ഇറ്റ് സേസ് ദർ ഈസ് നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഇൻ ക്രൈസ്റ്റ്. റോമാലേഖനം 8:1. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നിൻ്റെ ഷെയിം മുഴുവനെ ആ ക്രൂശ് അങ്ങ് ക്യാരി ചെയ്തു. അതുകൊണ്ട് നീ ആ ലജ്ജ നീ വഹിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ഗോഡ്. ഒരു വേ ബാക്കിനായിട്ടുള്ള ഒരു കൺഫെഷൻ അല്ല, സ്വാതന്ത്ര്യത്തിനായിട്ടുള്ളൊരു കൺഫെഷനാണ് നിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടത്. പ്രൈസ് ഗോഡ്. ഏതെങ്കിലും ഒരു സംഗതി നിന്നെ വേ ഡൗൺ ചെയ്യുവാണെങ്കിൽ ദൈവത്തിനൊരു പെർമിഷൻ കൊടുത്തേ, ദൈവത്തെ ഒന്ന് അനുവദിച്ചേ, അവനത് ലിഫ്റ്റപ്പ് ചെയ്യും. അവൻ നിന്നെ ലിഫ്റ്റപ്പ് ചെയ്യും. ആദ്യം അവൻ ആ ഭാരത്തെ ലിഫ്റ്റപ്പ് ചെയ്ത് മാറ്റും. ഹല്ലേലൂയ. ഞാൻ ഫൈനാ ദൈവമേ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമില്ല. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ യു ടു ബി ഹോണസ്റ്റ്. സത്യസന്ധതയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഇരിക്കാനായിട്ട് പറ്റുമോ? ഒരു വിധത്തിലുള്ള റിഗ്രറ്റ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പറ്റാതെ വണ്ണം പോലും സ്റ്റക്കായിപ്പോയി എന്ന് നമുക്ക് തോന്നും. പ്രൈസ് ഗോഡ്. നിൻ്റെ വിഷയം അല്ലെങ്കിൽ നിൻ്റെ കഥ, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റോറി ഓഫ് ലിമിറ്റ്സ്. പ്രൈസ് ഗോഡ്. ചില ബ്രേക്ക് ത്രൂ കുഞ്ഞെ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. ഒരു പെയിൻഫുൾ സംഗതിയിലേക്കും ദൈവം നിന്നെ കൊണ്ടുപോകത്തില്ല. നീ ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മറിഞ്ഞിരിക്കേണ്ട ദൈവ പൈതലേ.
നീ വിശ്വസിക്കുന്ന ദൈവമുണ്ടല്ലോ, നീ കഴിഞ്ഞ കാലങ്ങളിൽ ആരാധിച്ച ദൈവമുണ്ടല്ലോ, ഒരിക്കലും അവൻ നിന്നെ തള്ളിക്കളയത്തില്ല. അവൻ നിന്നെ ചോർത്ത് പിടിക്കുക തന്നെ ചെയ്യും. ആ നല്ല ദൈവത്തെ സേവിപ്പാൻ കിട്ടിയ ഭാഗ്യം അതോർത്ത് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ചിലപ്പോൾ നീ പലതും ട്രൈ ചെയ്ത് നീ ടയേർഡായി കാണും. ഉറക്കത്തിന് ആ ടയേർഡ്നെസ്സിനെ ഫിക്സ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അത് ഹല്ലേലൂയ എത്ര വർഷം കഴിഞ്ഞാലും നിൻ്റെ അസ്ഥിക്കുള്ളിൽ ചിലപ്പോൾ അത് വേദനയായി വെളിപ്പെടും. നീ അതൊന്ന് അളക്കാൻ നോക്കിയാൽ, ഫിക്സ് ചെയ്യാൻ നോക്കിയാൽ ഒന്നും നടക്കത്തില്ല. അതെല്ലാം നിന്നെ ക്ഷീണിപ്പിക്കത്തേ ഉള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഏത് ട്രോമ നിമിത്തമാണേലും, അഡിക്ഷൻ നിമിത്തമാണേലും, ജീവിതത്തിലെ ഏത് ഭാരം നിമിത്തമാണേലും നീ ഇപ്പോഴും ഒരു സർവൈവൽ മോഡിലല്ലേ ദൈവ പൈതലേ. പ്രൈസ് ഗോഡ്. ഒരിക്കൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഐ വാസൻ ജസ്റ്റ് ടയേർഡ്, ഐ വാസ് ടയേർഡ് ഓഫ് ബീയിങ് ടയേർഡ്, ഐ ഡിഡ്ന്റ് നോ ഹൗ ടു സ്റ്റോപ്പ്. ഫണ്ണിയായിട്ട് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? യെസ്, കർത്താവ് അവിടെ ഉണ്ടെന്നേ. പുതിയതായിട്ട് അവൻ ചിലത് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതലായി അവൻ ചിലത് ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനലി എവിടെ വരുമെന്നറിയാവോ? അവൻ നിന്നെ പൂർണ്ണമായ ഒരു റെസ്റ്റിലേക്ക് കൊണ്ടുവരും. ഞാൻ പലപ്പോഴും ഇനി പോർഷൻ സ്റ്റഡിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്യമാണല്ലോ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം. ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന്. ഇത് പുതിയ റൂൾ ബുക്കൊന്നും അല്ല. ഇത് നോട്ട് എ പെർഫോമൻസ് ചെക്ക് ലിസ്റ്റ് അല്ല കുഞ്ഞേ. അല്ലേ, ജസ്റ്റ് റെസ്റ്റ്. കൃപയുടെ ഒരു ക്ഷണമാത്. ഹല്ലേലൂയ. സത്യവേദപുസ്തകമല്ലേ നമ്മൾ വായിക്കുന്നത്? സത്യവേദപുസ്തകത്തിലെ വാക്യമല്ലേ ഞാൻ വായിച്ചത്? എന്താ എഴുതിയിരിക്കുന്നത്? ജസ്റ്റ് റെസ്റ്റ്. നീ എത്ര എക്സോസ്റ്റഡ് ആയെന്ന് തോന്നിയാലും, ലെറ്റിംഗ് ഗോഡ് ഇൻ മീൻസ് യു സ്റ്റോപ്പ് പ്രിറ്റൻഡിങ് ടു ബി സ്ട്രോങ് ഇനഫ്. നിനക്ക് ആവശ്യത്തിന് ശക്തി ഉണ്ടെന്നും നിനക്കൊരു പ്രശ്നവും ഇല്ലെന്നും നിനക്കൊരു ദുഃഖവും ഇല്ലെന്നും ഒന്നും പറഞ്ഞ് നീ പ്രിറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തെ നിൻ്റെ വിഷയത്തിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. നീ ഫിഗർ ഔട്ട് ചെയ്ത പോലെ ഒന്നും സംഗതികൾ പോകത്തില്ല. അവൻ നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുമെന്നൊന്ന് ട്രസ്റ്റ് ചെയ്യാമോ? നീ എത്രയും ക്ഷീണിതയായി പോകുമോ, എത്രയും റൺ ഔട്ട് ഫീലിങ്ങിൽ നീ ആകുന്നോ, അത്രത്തോളം ശക്തി അവനിൽ നിന്ന് റിസീവ് ചെയ്യുവാൻ്റെ ഗുണം ദൈവം സഹായിക്കും. നീ പുഷ് ചെയ്ത് മുന്നോട്ട് പോകണ്ട. ഞാൻ പറയട്ടെ, പലവിധമായിട്ടുള്ള മോഷൻസ് അതിൽ കൂടെ നീ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. എന്നാൽ നിൻ്റെ അകത്ത് നീ ശൂന്യത അനുഭവിക്കുന്നുകൊണ്ടായിരിക്കും. എന്നാൽ കഥ അവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, പുഷ് ത്രൂ ചെയ്യണ്ട, PUSH. എന്നാൽ അതിന് ഒരു ഫുൾ ഫോം ഉണ്ട്. P പ്രേ, U അണ്ടിൽ, S സംതിങ്, H ഹാപ്പൻസ്. അപ്പം PUSH പുഷ് എന്ന് പറഞ്ഞാൽ പ്രേ അണ്ടിൽ സംതിങ് ഹാപ്പൻസ്. യു ജസ്റ്റ് പ്രേ. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചിലപ്പോൾ വാക്കുകൾ കിട്ടത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. നിൻ്റെ ദീർഘശ്വാസത്തിന് പോലും വിലയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിൻ്റെ ഏങ്ങലടികൾക്ക് വിലയുണ്ട്. അതിനൊരു ഭാഷയുണ്ട്. അത് മനസ്സിലാകുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ വീക്ക്നെസ്സിൽ നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ നിന്നെ വിട്ട് കടന്നു പോകത്തില്ല. ഹി വിൽ കം ദെയർ ആൻഡ് മീറ്റ് യു. നിന്നെ വന്ന് അവൻ മീറ്റ് ചെയ്യും. ഹല്ലേലൂയ. അവൻ്റെ ഹൃദയം അവൻ നിനക്ക് തരും കേട്ടോ. ഹല്ലേലൂയ. ബലമുള്ള ഹൃദയം, ബലപ്പെടുത്തുന്ന ഹൃദയം അവൻ നിനക്ക് തരും. അതുകൊണ്ട് നിൻ്റെ സ്വന്തം ബുദ്ധിയിൽ നീ എല്ലാ കാര്യവും കൂടെ കൂട്ടിപ്പിടിക്കാമെന്ന് വിചാരിക്കേണ്ട. പ്രൈസ് ഗോഡ്. എങ്ങനെയും ജീവിക്കാമെന്ന് വിചാരിച്ച് നീ മുന്നോട്ട് പോകണ്ടല്ലേ. നീ ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കുക. ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക. നിനക്ക് ഇനി മുന്നോട്ട് ക്യാരി ചെയ്യാൻ പറ്റാത്ത വിഷയം ദൈവം ക്യാരി ചെയ്യുമെന്നോർത്ത് അവനെ വിശ്വസിക്കുക. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ക്ഷീണിതയാണ്. നോട്ട് ജസ്റ്റ് ഫിസിക്കലി
ബട്ട് ഡീപ്പ് ഇൻ മൈ സോൾ. ഞാൻ സ്വന്തമായി പല കാര്യങ്ങളും മാനേജ് ചെയ്യാൻ തോന്നി, പക്ഷെ അതെല്ലാം എന്നെ ഒന്നുകൂടെ ക്ഷീണിതയാക്കി. ഇന്ന് ഞാൻ നിൻ്റെ ആ ഇൻവിറ്റേഷൻ ഉണ്ടല്ലോ കർത്താവേ, അമത്തായുടെ സുവിശേഷം 11 പറഞ്ഞത്, എല്ലാവരും എൻ്റെ അടുക്ക വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അല്ലെങ്കിൽ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. ആ ഇൻവിറ്റേഷൻ ഞാനങ്ങ് റിസീവ് ചെയ്യുക. നീ എൻ്റെ ഭാരങ്ങളെല്ലാം ക്യാരി ചെയ്യണമേ. നീ ശക്തിയുള്ളവനായി എൻ്റെ കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.